ഗസയിൽ മാധ്യമപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ആക്രമണം. വടക്കൻ ഗസയിലെ കടൽ തീര കഫയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 41 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്ത തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തും. ഗസയിലെ മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും പതിവായി എത്തുന്ന വടക്കൻ ഗസയിലെ അൽബഖ കഫേ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ ആക്രമണം. ഗസയിലെ സ്കൂൾ, ഭക്ഷ്യവിതരണ കേന്ദ്രം എന്നിവയ്ക്ക് പിന്നാലെയാണ് കടൽ തീരത്തുള്ള കഫേക്ക് നേരെ വ്യോമാക്രമണം. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി മാധ്യമപ്രവർത്തകർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ കഫേയാണ്. മാധ്യമപ്രവർത്തകരെയാണ് ആക്രമണത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. കഫേ ആക്രമണത്തിൽ മാത്രം 41 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്നലെ മാത്രം ഗസയിൽ വിവിധ ആക്രമണങ്ങളിലായി 95 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ വരുന്ന തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തും. ഗസയിൽ വരുന്നയാഴ്ച വെടിനിർത്തൽ നടപ്പാക്കുമെന്നും ഹമാസുമായി ബന്ദിക്കൈമാറ്റ ധാരണയിലെത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഇത് 3ാം തവണയാണ് നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഈ ആഴ്ച ഇസ്രയേൽ സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡെർമർ ഉന്നത അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.